ഇന്ന് ഈ 7-ാം ദിനം ഒരുപാട് യന്ത്ര സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുള്ളൊരു തെരച്ചിൽ തന്നെയാണ് നടത്തുന്നത്. 200-ലേറെ പേര് ഇനിയും അവിടെ നിന്നും ലഭിക്കാനുണ്ട് എന്നതുകൊണ്ട് തന്നെ ഇന്നത്തെ തെരച്ചിലും പ്രതീക്ഷയോടെ തന്നെ ആയിരിക്കും അല്ലേ? മോത്തി, ഞാൻ ഇവിടെ ഇങ്ങ് എത്തിച്ചേർന്നുള്ളൂ. നമ്മുടെ ബെയിലി പാലത്തിന് തൊട്ട് ചേർന്നുള്ള ആളുകൾക്ക് നടന്നു പോകാൻ പാകത്തിലുള്ള പാലത്തിലൂടെ നടന്ന് അപ്പുറത്തേക്ക് പോവുകയാണ്. തെരച്ചിലെല്ലാം ഇപ്പോൾ ഞാൻ വരുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച എത്രയോ ആളുകളാണ് വളരെ സജീവമായി. അത് നമ്മുടെ സേനാ വിഭാഗങ്ങൾ, ഒപ്പം തന്നെ സന്നദ്ധ സേനാ പ്രവർത്തകർ എല്ലാവരും രാവിലെ തന്നെ എത്തി. ഇപ്പം ഞങ്ങൾ വരുമ്പോൾ തന്നെ ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ അറിഞ്ഞല്ലോ ഈ ഫുഡുമായി ബന്ധപ്പെട്ട ചെറിയൊരു സങ്കടം പലരും പറഞ്ഞു വെച്ചു. പക്ഷെ അതൊക്കെ ഇന്നലെ തന്നെ ക്ലിയർ ചെയ്തു എന്നത് വലിയ സന്തോഷകരമായ കാര്യമാണ്. ഇപ്പോൾ അത് ഈ വരുന്നവർക്കൊക്കെ കൃത്യമായ ഭക്ഷണമൊക്കെ നൽകി വിടുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം രാവിലെ മുതൽ രാത്രി വരെയാണ് എല്ലാവരും ഇവിടെ ഈ തെരച്ചിലിലും ഒക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ ഭാഗത്തുനിന്നൊരു ചെറിയ വിഷമം പോലും ഉണ്ടാകാത്ത രീതിയിൽ കാര്യങ്ങൾ ശരിയായ രീതിയിൽ ഏകോപിപ്പിക്കുന്നു എന്നത് കാര്യമാണ്. ഈ പാലം നമ്മളന്ന് ഞാനും അവിടെ നിന്നാണ് ഇത് കണ്ടിരുന്നത്. ബെയിലി പാലത്തിന്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് എത്തി. ഈ ദുരന്ത മേഖലയിൽ നിൽക്കുമ്പോൾ ഞാൻ ആദ്യം വന്നിറങ്ങാണ് ഇവിടെ. ഇപ്പോൾ കമലേട്ടനൊക്കെ ആയാലും അവർ ഈ ദിവസങ്ങൾ അന്ന് മുതൽ നമ്മളോട് ഈ വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇവിടെ വന്ന് തന്നെ അറിയണം എത്രത്തോളം വലിയ ദുരന്തമാണ് ഇവിടെ ഉണ്ടായത്. ഒരു ഭൂപ്രദേശം എങ്ങനെ, ഇപ്പോൾ എനിക്കിത് പഴയ കാലം നമ്മൾ ആ ചിത്രങ്ങൾ കണ്ടാണ് നമുക്കും അറിയുന്നത്. പക്ഷെ എങ്ങനെയാണ് ഒരു സ്ഥലം ഇങ്ങനെ മാറിപ്പോയതെന്ന് ഞെട്ടലോടുകൂടി മാത്രമേ നമുക്കിത് കാണാൻ കഴിയൂ. ഇപ്പോൾ അങ്ങോട്ടേക്കൊക്കെ നോക്കിയാൽ മനോഹരമായ പർവ്വതനിരകളൊക്കെ ഉണ്ട്. പക്ഷേ അത് ഒരു വശമാണ്. പ്രകൃതിയുടെ മനോഹാരിതയുടെ ഒരു വശം നമ്മൾ മനോഹരമായ പർവ്വതനിരകളും മഞ്ഞു മൂടിയ അല്ലെങ്കിൽ വളരെ പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളൊക്കെ കാണാമെങ്കിൽ അതിൻ്റെ തൊട്ടിപ്പുറം ഈ താഴേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി കാണാം ഈ പാറക്കല്ലുകളൊക്കെയാണ്. ഇതെങ്ങനെ ഇവിടെ വന്നു എന്നത് അത്ഭുതത്തോടുകൂടി മാത്രമേ ഇപ്പോഴും കാണാൻ കഴിയൂ. ഈ പാലത്തിൻ്റെ അപ്പുറത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും വളരെ സജീവരായി എത്തിയിട്ടുണ്ട്. കൃത്യമായി രജിസ്ട്രേഷൻ കൂടി നിർബന്ധമാക്കിക്കൊണ്ടാണ് ആളുകളെ കടത്തിവിടുന്നത്. ഒരു പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. ഇപ്പോൾ നേരത്തെ മന്ത്രിയൊക്കെ പറഞ്ഞറിയാമല്ലോ, ഒരു ഡിസാസ്റ്റർ ടൂറിസം ഒരിക്കലും അനുവദിക്കാൻ കഴിയില്ല. ഇപ്പോൾ എത്രയോ മനുഷ്യർ നല്ല മനസ്സോടുകൂടി ഇവിടെ പ്രവർത്തിക്കാൻ എത്തുമ്പോഴും അതിൽ ചില ആളുകളെങ്കിലും ഈ കാഴ്ച കാണാൻ എന്ന നിലയ്ക്ക് ഇങ്ങോട്ടേക്ക് വരരുത് എന്ന് പ്രത്യേകം പറയുന്നതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കൃത്യമായൊരു രജിസ്ട്രേഷനൊക്കെ നടപ്പാക്കിക്കൊണ്ട് കാര്യങ്ങൾ പോകുന്നത്. മാധ്യമപ്രവർത്തകർക്ക് പോലും കൃത്യമായി എണ്ണം എടുത്തിട്ടാണ് അവർ കയറ്റിവിടുന്നത്. അത് ശരിയുമാണ്, അങ്ങനെ തന്നെയാണ് വേണ്ടത്. കാരണം അത്രയേറെ ഭീകരമായൊരു സ്ഥലത്ത് അതിനെ തിരിച്ചു കൊണ്ടുവരാൻ, ഇപ്പോൾ ഇവിടെ ഇനിയൊരു ജീവിതമോ അല്ലെങ്കിൽ അവരുടെ ഒരു പഴയ ആ ഗ്രാമത്തിൻ്റെ ഫീലൊന്നും അവർക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയെങ്കിലും ഇവിടെ അവശേഷിക്കുന്നവർക്ക് ജീവിതമുണ്ട്. അത് ഇതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഞാൻ നടന്നു വരുമ്പോൾ ഒരു ചേട്ടനായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്കിനി ജീവിതമില്ല എന്നൊരു അത് അവരുടെ ഇപ്പോഴത്തെ ഒരു തീർച്ചയായും അങ്ങനെ ഒരു തോന്നലേ അവർക്കുണ്ടാവും. കാരണം അത്രയേറെ അവരെ പൊന്നുപോലെ സ്നേഹിച്ചിരുന്ന ആളുകൾ അവർക്ക് നഷ്ടപ്പെട്ടു. അവരുടെ ഏറ്റവും ജീവിതത്തിൽ അവർ ഇതുവരെ സമ്പാദിച്ചത് അത്രയും നഷ്ടപ്പെട്ട ആളുകൾക്ക് ഈ ഒരു ഭൂമി, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അറിയാമല്ലോ ഇവിടെ എങ്ങനെ ഇനിയൊരു ജീവിതം പൊട്ടിമുളയ്ക്കുമെന്ന് നമുക്ക് പറയാനേ കഴിയില്ല. അപ്പോൾ അവർക്കൊക്കെ വേറെ സമാന്തരമായി ഏതെങ്കിലും രീതിയിലുള്ള പുനരധിവാസ പദ്ധതികളൊക്കെ തന്നെയാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് ചർച്ച ചെയ്താണ്. അതൊക്കെ എത്രയും വേഗത്തിൽ നടപ്പാക്കട്ടെ എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ആമൂത്തി, വലിയ വലിയ ഹിറ്റാച്ചുകൾ ഇപ്പോഴും ആ ജോലികൾ തുടരുകയാണ്. എത്രയോ ദിവസങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ സൈനിക സംഘങ്ങൾ, കമാൻഡോ വിഭാഗത്തിൽപ്പെടുന്നവരൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പോഴും ഈ വലിയ കല്ലുമൂടി കിടക്കുന്ന ഭാഗങ്ങൾ, അതൊക്കെ ആ കല്ലുകളൊക്കെ ഒന്ന് മാറ്റാനും പിന്നെ ഏതെങ്കിലും രീതിയിൽ സംശയം തോന്നുന്ന ഇടങ്ങളിലൊക്കെ പരമാവധി വേഗത്തിൽ നിന്ന് പരിശോധനകൾ നടത്തി മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇവിടെ നിന്ന് നമ്മൾ മുണ്ടക്കൈയിലേക്കുള്ള ഒരു നടത്തത്തിലേക്ക് തന്നെയാണ്. കാരണം അവിടെയൊക്കെയാണ് വലിയ തോതിൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവിടുത്തെ മെമ്പർ പറഞ്ഞ മൊത്തം ശ്രദ്ധിച്ചു കാണുമല്ലോ, അബ്ദുൽ കലാം. അദ്ദേഹം പറഞ്ഞു, ഇനി ഇവിടെ ഒരു തിരച്ചിൽ നടത്തിയിട്ട് കാര്യമുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല, എത്രയും വേഗം ഞങ്ങളുടെയൊക്കെ പുനരധിവാസം ഉറപ്പാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് വേണ്ടത് എന്ന് അദ്ദേഹവും പറഞ്ഞതാണ്. അപ്പോൾ ആ രീതിയിലാണ് ഇനിയിപ്പോൾ നമ്മൾ സംസാരിക്കുന്നവരെല്ലാവരും അടുത്ത ഘട്ടത്തിലേക്ക്. ഇപ്പം 7-ാം ദിവസമാണല്ലോ ഈ ദുരന്തം നടന്ന 7-ാം ദിവസമാണ്. അപ്പോൾ അടുത്ത അവരുടെ ഒരു മരവിപ്പ് അതിങ്ങനെ തന്നെ നിലനിൽക്കുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകൾ, അതിജീവന ക്യാമ്പുകളിൽ നമ്മൾ ഇന്നലെ അവിടെ നിന്ന് ഞാൻ വാർത്ത വായിക്കുമ്പോൾ കണ്ട നമ്മുടെ മനസ്സ് നിറഞ്ഞ ഒരു കാഴ്ച തീർച്ചയായും ആ കുട്ടികൾ അവിടെ നിന്ന് ചിരിക്കുന്നതും അവർ പാട്ടുപാടുന്നതും അവർ മിമിക്രി അവതരിപ്പിക്കുന്നതും ഒക്കെ ആ കുട്ടികളുടെ ചിരിയിലൂടെ അവിടുത്തെ മുതിർന്നവർക്ക് തിരിച്ചു വരാൻ കഴിയും എന്നത്. കമലേട്ടൻ കൂടി എൻ്റെ ഒപ്പം ഉണ്ട് ഇവിടെ. ഞാൻ ഇപ്പോൾ ഇങ്ങ് വരുമ്പോഴാണ് നമ്മളിത് നേരിൽ കാണുന്നത്. ഇത്ര ദിവസം നമ്മൾ ടി വിയിലൂടെ കണ്ട് നമ്മൾ ആ വേദനകൾ അറിഞ്ഞു. പക്ഷേ ഇവിടെ എത്തുമ്പോഴാണ് ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് പോലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ അന്ന് നമ്മൾ തമ്മിൽ സ്ക്രീനിലും ഇവിടെയായിട്ട് സംസാരിച്ചപ്പോൾ തൊട്ട് ഞാൻ പറയുന്നില്ല, ഇത്രയും മനോഹരമായ ഒരു ഹൈസ്കൂൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. ആ മാഷ് പറഞ്ഞല്ലോ,
ഞങ്ങൾ അസൂയായിരുന്നു, ഇവിടെ പഠിക്കുന്ന ആൾക്കാരോട് മറ്റുള്ളവർക്ക് അസൂയായിരുന്നു പറഞ്ഞത്. അത് ശരിക്കും സത്യമാണ്. ഈ പുഴ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആഴത്തിലായിരുന്നു. സ്കൂള്, അത് കഴിഞ്ഞ് ഗ്രൗണ്ട്, ആ ഗ്രൗണ്ടിൽ നിന്ന് കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങി താഴെ വന്ന വെള്ളാരം കല്ലുകളൊക്കെ ഉള്ള ഈ നമ്മൾ മലയോരത്തൊക്കെ പോകുമ്പോൾ സാധാരണ നമ്മൾ ഈ റീൽസിലൊക്കെ കാണുന്ന പുഴയുണ്ടല്ലോ, അതേപോലെ അങ്ങനെ ഒരു പുഴ, ബാക്കിൽ ഫുള്ള് മല, അത്രയും ഭംഗിയുള്ള സ്കൂളായിരുന്നു. ഞങ്ങൾ എപ്പോഴും ഇതിലെ പോകുമ്പോൾ പറയാം, എൻ്റെ അടുത്ത് സ്ഥലത്തിന്റെ ഭംഗി അനുസരിച്ച് തന്നെ ഇവിടുത്തെ ആളുകളുടെ മനസ്സിനെ കുറിച്ച് ഉണ്ണികൃഷ്ണ മാഷൊക്കെ പറഞ്ഞ് എനിക്കിപ്പോഴും ഉണ്ട്. അതായത് മിങ്ങിക്കൊണ്ട് പറഞ്ഞ് മാഷ് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ബസ്സിൽ കാശ് കൊടുക്കാൻ സമ്മതിക്കില്ല, ഒരു ചായ കുടിക്കാൻ കയറി കഴിഞ്ഞാൽ മാഷെ നമ്മൾ കൊടുക്കാമെന്ന് പറയും. അപ്പം അങ്ങനത്തെ സ്നേഹം, പ്രകൃതിയും മനോഹാരിത കൊണ്ട് നമ്മളെ കീഴടക്കിയ സ്നേഹം കൊണ്ട് ഇവിടുത്തെ ആളുകൾ അല്ലേ, അങ്ങനത്തെ ആളുകളാണ്. ഇപ്പോൾ എഡ്വിൻ എന്ന് പറഞ്ഞൊരു കണ്ടക്ടർ ഉണ്ടായിരുന്നു KSRTC. നമ്മൾ ആരോടോ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് എടുക്കണം, നമ്മളെ ചാനലിൽ പോയോന്ന് എനിക്കറിയില്ല. എഡ്വിൻ 12 വർഷമായിട്ട് ഈ റൂട്ടിലെ കണ്ടക്ടറാണ്. ഇപ്പോൾ എഡ്വിൻ ക്യാമ്പിലേക്കൊക്കെ പോകുമ്പോൾ ഈ ആളുകൾ എഡ്വിനെ കെട്ടിപ്പിടിച്ച് കരയുക. കാരണം എഡ്വിനോട്, ഈ റൂട്ടിൽ സ്ഥിരമായിട്ട് പോകുന്നൊരു കണ്ടക്ടറോട് അവർക്കുള്ള അറ്റാച്ച്മെന്റ് ഈ ദുരന്തത്തിന് ശേഷം എഡ്വിനെ കാണുന്നവർ കെട്ടിപ്പിടിച്ച് കരയാണ് ക്യാമ്പിൽ നിന്ന്. അങ്ങനത്തെ ആളുകളാണ്. കാരണം ദിവിഷിലേക്കും കമലിലേക്കും ഞാൻ തിരികെ വരാം.